ഗായ്സ്, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ എന്റെ ടീച്ചറെ കാണാൻ പോവാണ്. എന്നെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എന്നെ വളരെ സ്വാധീനിച്ച ഒരു ടീച്ചറാണ്. ടീച്ചർ ഈ വീട്ടിലാണുള്ളത്. നമുക്ക് ടീച്ചറിനെ ഒന്ന് കാണാം. കം ഓൺ, ഫോളോ മീ. എന്നെ മനസ്സിലായോ? ടീച്ചർ ഇരിക്കൂ. ഞാൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സില്, 1ാം ക്ലാസ്സില്. സ്റ്റെഫി എന്നാ പേര്. കണ്ണടയൊക്കെ, അന്ന് ഈ കണ്ണടയൊക്കെ ഉണ്ട്. ഓ, മനസ്സിലായി എന്റെ കുട്ടിയെ. ടീച്ചറെ കാണാൻ അന്ന് വലിയൊരു കുട്ടിയായിരിക്കണു. മോളിപ്പോ എന്ത് കിട്ടണോ? ഞാനിപ്പോ ഒരു സോഷ്യൽ വർക്കറാ. MSW കഴിഞ്ഞു. ഇവിടെ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നേ. കുട്ടിയെ. അപ്പൊ ഞാൻ രജിസ്റ്ററിൽ നോക്കിയപ്പോഴാ കമലാന്നൊരു പേര് കണ്ടു. ടീച്ചർ ആയിരിക്കുമെന്ന് വെറുതെ ഒന്ന് നോക്കിയതാ. ടീച്ചർ തന്നെ. എനിക്ക് സന്തോഷായി. ടീച്ചർ ഇപ്പോഴും പാടാറുണ്ടോ? പാട്ടോ? ആ, ഞാനോ? എന്ത് രസമായിരുന്നു ആ പാട്ടുകളൊക്കെ. ടീച്ചറെ പോലെ പാടുന്ന ഒരു ടീച്ചറും എന്റെ സ്കൂളിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇപ്പൊ പാടാത്തെ? അതൊക്കെ ഒരു കാലം എന്റെ കുട്ടിയെ. ഇപ്പൊ ഞാൻ പാടാറില്ല, ഒന്നുമില്ല. ആന്റി, ആന്റിയുടെ പേര് സുമാന്നാണോ? കമല ടീച്ചറുടെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനിവിടെ ജോലിക്ക് വന്നതാ, സോഷ്യൽ വർക്കർ ആയിട്ട്. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറോ? ടീച്ചർ എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ എന്ത് നന്നായാ പാട്ട് പാടുക. ടീച്ചർ ഇപ്പൊ പാടാറില്ലേ? കമലയോ? കമല ഇതുവരെ ഒരു പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കമലയ്ക്ക് എപ്പോഴും സങ്കടം. മക്കളൊക്കെ എല്ലാവരും വിദേശത്താണ്, നല്ല നിലയിലാണ്. ഞങ്ങളെല്ലാരും അതുപോലെയാണ്. പക്ഷെ കമല ഇതുവരെ ഒരു പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചിരിക്കാറുണ്ട്, വർത്താനം പറയാറൊക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്ന് മക്കളെ കാണാനോ മറ്റുള്ള ബന്ധുക്കളെ കാണാനോ ഒന്നും ഒരു സൗകര്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വല്ലാത്ത വിഷമം കമലയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ കമല പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടേ. കമല അങ്ങനെ ചിരിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറെ സമയം ഒന്ന് ബുക്ക് വായിക്കണതാണ്. പിന്നെ കുറെ സമയം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണും. അതല്ലാതെ ആൾ പ്രത്യേകിച്ച് ആരോടും അങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിക്കുന്നതും കാണാറില്ല. പ്രത്യേകിച്ച് ആൾക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട്. കമല ടീച്ചറുടെ മക്കളൊക്കെ വിദേശത്താണ്. അവിടെ നല്ല സെറ്റിൽഡ് ആണ്. അവരെ വിളിക്കാറുണ്ട്, ടീച്ചറായിട്ട് സംസാരിക്കാറുണ്ട്. ടീച്ചറും അത്തരത്തിൽ ഹാപ്പിയാണ്. മക്കളെ കുറിച്ച് പരാതികളൊന്നുമില്ല. അവരെ നമ്മുടെ ഓർഫനേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൈസകളും വരാതെ കൃത്യമായിട്ട് കുഴപ്പമില്ല. അക്കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ടീച്ചർ ഇവിടെ ഹാപ്പിയാണ്. സാറേ, കമല ടീച്ചർ പാട്ട് പാടുന്ന സാറിന് അറിയാവോ? പാട്ട് പാടാറില്ലല്ലോ. എന്റെ അറിവിൽ അങ്ങനെയില്ല. പാട്ട് പാടുന്നതൊന്നും കേൾക്കാറില്ല. ടീച്ചർ നന്നായി പാട്ട് പാടും. അതെയോ? സാറേ, എനിക്കൊരാഗ്രഹം. ടീച്ചർക്ക് ഒരു സെക്കൻഡ് ഇന്നിങ്സ് കൊടുത്താലോ? ടീച്ചറുടെ പാട്ട് പാടി എനിക്ക് അത് വീഡിയോ എടുത്തൊന്ന് വൈറലാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. സാർ അതിന് അതിനെന്താ കുഴപ്പമില്ല. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നല്ലതാണ്. ടീച്ചർക്ക് ഇഷ്ടമില്ലാണ്. പാടിക്കൊടുക്കുക കമലേ. മഞ്ഞും മണിത്തിന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവലായി തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഇടങ്ങളെ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി
ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുൽ